ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അതുൽ രാജ്. സിനിമ അഡിക്റ്റഡ് 2255 ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസിക്കുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷു റിലീസായിട്ട് ആദ്യം വരുന്ന മൂവിയാണ് പള്ളിച്ചട്ടം എന്ന് പറയുന്നത്. ടൊവിനോ തോമസ് നായകനായിട്ട് വരുന്ന ലിജോ ജോസ് ആന്റണി റൈറ്റിംഗ് ഡയറക്ഷൻ ചെയ്ത നമ്മുടെ ജനഗണന കഴിഞ്ഞിട്ട് വേറെ പടം ചെയ്തില്ലെന്ന് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ മൂവി ഇതാണെന്ന് തോന്നുന്നു. എല്ലാവരും പോയി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. പടത്തിനെ പറ്റി പറയാൻ വന്നിരിക്കുന്നത് വീഡിയോയിലായിട്ട് പോവാം. പള്ളിച്ചട്ടമ്പി അതായത് 1983 കാലഘട്ടത്തിൽ നടക്കുന്ന ചെറിയൊരു പ്രതിഷേധത്തിന്റെയും അവിടെ നടക്കുന്ന സമരത്തിന്റെയും ഒക്കെ ഒരു കഥയാണ് പള്ളിച്ചട്ടമ്പി എന്ന സിനിമയിൽ ഇവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സിനിമ കണ്ടിട്ട് എനിക്ക് ഫസ്റ്റ് തോന്നിയ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോ കണ്ടു പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ഒട്ടുമിക്ക സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ തന്നെ പ്രതിഷേധവും ഒരു സമരത്തോട്ട് പോയിട്ട് അവസാനം ചിലപ്പോൾ സമരം വിജയിക്കുക, അല്ലെങ്കിൽ സമരം തോറ്റു, അല്ലെങ്കിൽ ആ സമരത്തിൽ നമ്മൾ വിജയിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ ഒരു കാര്യങ്ങൾ ഉന്നയിച്ച് ഒക്കെ കാണിച്ചു തരുന്ന ഒട്ടനവധി സിനിമകൾ നമ്മൾ കണ്ടു പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതേ ഒരു പശ്ചാത്തലം വരുന്ന ഒരു വേറിട്ട മൂവി, അതൊരു മാസ് ആക്ഷനും മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് ഒരു സമരവും ഒരു പോരാട്ടവും അങ്ങനെയൊക്കെ ആയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്യാനുള്ള ഉദ്ദേശിച്ച മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. എന്തോ അങ്ങോട്ട് നല്ലപോലെ വർക്കായില്ല. അതെന്താന്ന് വെച്ചാൽ, അത് മാസ് സീനാണെങ്കിലും ഇച്ചിരി ഓവറായി പോയാന്ന് തോന്നി. കുറച്ച് ആ തുടക്കം ടൊവിനോടെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പറ്റി നമുക്ക് കൊള്ളാം, അടിപൊളി നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളെ AR മൂവിയുടെ അതിനകത്ത് മണീൻ എന്നൊരു ക്യാരക്ടർ കഴിഞ്ഞിട്ട് നല്ലപോലെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള പോലെ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള ഒരു കിടിലം പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ടൊവിനോടെ എന്ന് പറഞ്ഞു ഞാൻ പോയത്. പക്ഷെ എനിക്ക് അത്രക്ക് നല്ലൊരു ഇമ്പാക്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് ഉണ്ടാക്കുന്നതായത് നോർമൽ ഒരു പള്ളിച്ചട്ടമ്പി ആ പേരിൽ തന്നെ ഉദ്ദേശിക്കുന്നത്, ആ പേരെന്താണ് ഉദ്ദേശിക്കുന്നത് അതേ സെയിം ക്യാരക്ടറാണ് പുള്ളി ഇതിന്റെ അത് അഭിനയിച്ചിരിക്കുന്നത്. പള്ളിച്ചട്ടമ്പി, പുള്ളിക്കാരൻ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ചട്ടമ്പി റോളാണ് പുള്ളിക്കാരൻ ഇത് ചെയ്തിരിക്കുന്നത്. സിനിമയെ പറ്റി പറയുമ്പോ അത് ഒരു മാസ് തലത്തിലായിട്ടാണ് പുള്ളിക്കാരനെ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ. പക്ഷെ പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കൂടുതലും അതിന്റെ പ്രതിഷേധത്തോടുന്ന അവരെല്ലാരും ഒന്നിച്ചിരിക്കുന്നത് കണ്ടു മറന്നൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് പടം പൊള്ളിയിലെന്ന് പറയണില്ല, ഒരു ആവറേജ് അനുഭവം മാത്രം. പക്ഷെ ഇത് ഈ വിഷു റിലീസൊക്കെ ആയിട്ട് വന്നപ്പോ ഞാൻ ഓർത്ത് നല്ലപോലെ നല്ല കിടിലം പടമായിരിക്കും, നല്ല ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു എനിക്ക് പടം പോയി കാണുമ്പോ. അതൊരു നിരാശ ഉണ്ടാന്ന് ചോദിച്ചാൽ നിരാശയുണ്ട്, എന്നാലും അത്രത്തോളം വർക്കായെന്ന് വെച്ചാൽ എനിക്ക് ജസ്റ്റ് ഒരു ആവറേജ് അനുഭവം മാത്രമേ എനിക്ക് നോക്കിയിട്ട് ഉള്ളു പടം മൊത്തത്തിൽ ഓവറോൾ നോക്കിയിട്ട്. പിന്നെ പറയാനുള്ള എടുത്തോ ജെയ്സ് വിജയുടെ മ്യൂസിക്, അമ്മാതിരി BGM കേട്ടാ. അങ്ങേര് പിന്നെ ഒരു രക്ഷയില്ലെന്ന് പറയാം. ഓരോ പടം കില്ലായിട്ട് തന്നെയാണ് പുള്ളി മ്യൂസിക്കും കാര്യങ്ങളൊക്കെ. ഒരു ക്യാമിയോ റോളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഒരു ആവറേജ് അനുഭവം മാത്രമേ എനിക്ക് പടം കണ്ടിട്ട് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പടത്തെ പറ്റി ഓവറോൾ ആയിട്ട് എനിക്ക് മൊത്തത്തിൽ ഇനി ഒരുപാട് പറയണമെന്നൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ എനിക്കെന്തോ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഭയങ്കര നെഗറ്റീവായി പോവാന്നൊരു തോന്നരുത്. അങ്ങനെയല്ല, എന്നാലും ഒരു എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു ആവറേജ് അനുഭവം അത്രേ എനിക്ക് ഉണ്ടായുള്ളൂ ഈ സിനിമ കണ്ടത്. അത് ഇച്ചിരി സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇച്ചിരി നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിന് എന്തെങ്കിലും ചെറിയ വേരിയേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇച്ചിരി നല്ലായിരുന്നു തോന്നിപ്പോയി. ഞാൻ അത്ര നല്ല ഡയറക്ടറും കാര്യങ്ങളൊന്നും അല്ല, എന്നാലും ഞാൻ പറയാണ് എനിക്ക് നമ്മൾ കണ്ടു പറഞ്ഞ സെയിം ടൈം അതേ ടൈമിൽ തന്നെയുള്ള ഒരു കഥയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം നമ്മൾ ഈ ടൊവിനോടെ തന്നെ നരിവേട്ട അതെന്നാന്ന് വെച്ചാൽ അത് ഫുള്ള് അങ്ങോട്ട് പ്രതിഷേധവും കാര്യങ്ങളായിട്ട് തന്നെ പറയണതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ നിന്ന് കണ്ടുപോകും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി, അതായത് കോമഡി ഇല്ല, ഒരു ആക്ഷൻ പടം പോലെ ഫസ്റ്റ് ഹാഫ് സെറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫ് തൊട്ട് മൊത്തം അങ്ങോട്ട് ഒരു പിന്നെ പ്രതിഷേധവും സമരവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. എനിക്ക് അങ്ങനെ രണ്ടും ഇങ്ങനെ ഒരുമിച്ച് ജയിക്കാത്ത പോലെ, അല്ലെങ്കിൽ ഒട്ടും അങ്ങോട്ട് സിനിമ ഒരു താല്പര്യം തോന്നാത്ത പോലെ തോന്നി. അല്ലെങ്കിൽ ആ ഒരു എന്താണ് മാസ ആക്ഷൻ തന്നെ അങ്ങോട്ട് ആ പള്ളിച്ചട്ടം എന്നൊരു ഗെറ്റപ്പും വെച്ച് ആ ലുക്കിന് വെച്ച് അങ്ങോട്ട് ഈ പടം ഫുൾ അങ്ങോട്ട് അത് തന്നെ പോയാലും കുഴപ്പമില്ലെന്ന് തോന്നിയാലും. പിന്നെ പടത്തെ പറ്റി പിന്നെ എനിക്കൊരു നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നിയ ഒരു റോബോട്ടിക് ക്യാമറ ഉപയോഗിച്ച് നമ്മൾ മിക്ക പടങ്ങളെയും ഒരു ഫൈറ്റ് സീൻ ആണെങ്കിൽ എല്ലാം ഷൂട്ട് ചെയ്യണം. അത് റോബോട്ടിക് ക്യാമറ വെച്ച് തന്നെ ഇച്ചിരി വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാത്ത രീതിയിലുള്ള ഫൈറ്റ് സീനൊക്കെ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നമ്മളങ്ങനെ എല്ലാ സിനിമയിലും കണ്ടിട്ടുണ്ടായില്ല. അങ്ങനെ റോബോട്ടിക് ക്യാമറ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷെ എന്നാലും
ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈലിലാണ് അത് വിഷ്വൽ എഫക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് ആ ഫൈറ്റ് സീനൊക്കെ കാണാനായിട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമയുടെ പോസിറ്റീവ് എന്നൊക്കെ എനിക്ക് അത്രയ്ക്ക് ഉണ്ട് പറയാനുള്ളത്. എല്ലാരും പോയി കണ്ടു നോക്കുക. എന്റെ അഭിപ്രായം ഇതാണ്. എല്ലാരും കണ്ടതിന്റെ അഭിപ്രായം പറയാ. ഓക്കെ.